പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ പഴയതുപോലെ തന്നെ ഉറ്റ ചെങ്ങാതികളായി തന്നെ മാറുന്ന കാലം വിദൂരമല്ല എന്നും താൻ ഒരിക്കലും ഇറാനെ വിഭജിക്കാനല്ല നോക്കുന്നത്, മറിച്ച് ഇറാനെ സ്വതന്ത്രമാക്കാനാണ് താൻ ശ്രമം നടത്തുന്നത് എന്നതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഇറാനിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സാഹചര്യത്തിൽ നെതന്യാഹു അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഇറാന്റെ ഭരണകൂടത്തിന്റെ താക്കോൽ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തി വരുന്നത്. ഇറാനെ വിഭജിക്കാനല്ല, മറിച്ച് അവരെ സ്വതന്ത്രമാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമമാണ് നടത്തുന്നതെന്നും പറയുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനുള്ള മോചനം ഇറാനിലെ ജനങ്ങളുടെ കൈകളിലാണ് എന്നും ഇറാന്റെ ശക്തി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതായിരുന്നു നെതന്യാഹു വ്യക്തമാക്കിയത്. ഭാവിയിൽ ഇസ്രായേലും ഇറാനും പഴയതുപോലെ തന്നെ ഉറ്റ ചെങ്ങാതിമാരായി തന്നെ മാറുന്ന ഒരു കാലം വിദൂരമല്ല എന്നും, അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം 2ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നതായി തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഇറാന്റെ എണ്ണ ശേഖരത്തിൽ പോലും മിന്നൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ US-ഉം ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് പകരമായി തന്നെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഇറാന്റെ ശുദ്ധജല പ്ലാന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ബഹ്റിനിലെ അമേരിക്കയുടെ ജുഫേർ സൈനിക താവളം തകർത്തതായി തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അവകാശപ്പെടുകയും ചെയ്തു. നിലവിൽ ജെറുസലേം, ദോഹ, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതോടുകൂടി തന്നെ അവിടെ മധ്യപ്രദേശിലെ ചില ഇടങ്ങളിലുള്ള കർഷകർക്ക് അവർ വലിയൊരു പ്രതിസന്ധി നേരിടുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഇന്ത്യക്ക് പുറമെ തന്നെ വിദേശത്തും വലിയ ഡിമാൻഡുള്ള ബർവാനിലെ പഴങ്ങളാകട്ടെ അത് ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യൻ വിപണികളിലും സജീവമായ ഒരു സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ റംദാൻ മാസത്തിന് മുന്നോടിയായുള്ള ദിവസങ്ങളെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഈ കർഷകർ ഇതിനെ നോക്കിക്കണ്ടത്. എന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ഗൾഫ് മേഖലയിൽ ഉടനീളം തന്നെ വർദ്ധിച്ചു വരുന്ന യുദ്ധ സാഹചര്യങ്ങൾ ഈ കയറ്റുമതിയെ അപ്പാടെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ലാഭകരമായിരുന്ന അന്താരാഷ്ട്ര വ്യാപാരം പെട്ടെന്ന് തന്നെ അത് മന്ദഗതിയിലായതോടുകൂടി ആയിരക്കണക്കിന് കർഷകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ബഹ്റൈൻ, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എല്ലാ വർഷവും വൻതോതിൽ ഇത്തരത്തിലുള്ള വാഴപ്പഴങ്ങൾ കയറ്റുമതി ചെയ്യാറുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ നിലവിലെ സാഹചര്യം വിപണിയെ അപ്പാടെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻപ് കിലോയ്ക്ക് 25 രൂപ വരെ ലഭിച്ചിരുന്ന വാഴപ്പഴത്തിന് ഇപ്പോൾ 8 മുതൽ 9 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. ഉൽപാദന ചെലവിനേക്കാൾ തന്നെ കുറഞ്ഞ തുകയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കയറ്റുമതി പ്രതിസന്ധിയിലായതോടുകൂടി തന്നെ വ്യാപാരികൾക്ക് പഴങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത അവസ്ഥയായി തന്നെ മാറുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ബർവാനിയയിലെ ഗ്രാമങ്ങളിൽ നിന്ന് അവിടെ ചരക്കുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം തന്നെ ഡൽഹി, ഗ്വാളിയർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആഭ്യന്തര വിപണിയിലേക്കാണ് ഇത് പോകുന്നത്. എന്നാൽ അവിടെയും സ്ഥിതി വളരെയധികം മോശമായി തന്നെ തുടരുന്നതായും ഇവർ വ്യക്തമാക്കുന്നു. ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ ആക്രമണം തുടർന്നാൽ ഇത്തരത്തിൽ അവിടെയും അവശ്യ സാധനങ്ങൾക്കുള്ള വില കൂടുകയും അല്ലെങ്കിൽ മറ്റ് വസ്തുവകകൾ കിട്ടാതെ അവിടെ നിന്നും ചരക്കുകൾ എത്താത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ആയതിനാൽ തന്നെ ഇവിടെ ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നത് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.